ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ ഈ സായാഹ്ന മീറ്റിംഗിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തിരുവചനം നമ്മോട് സംസാരിക്കുന്നത് പാസ്റ്റർ ജോസഫ് ജോൺ, IPC മധ്യപ്രദേശ്. കർത്താവിൻ്റെ ദാസൻ നേരത്തെ നമ്മുടെ ഹിന്ദി മീറ്റിങ്ങിൽ ഒരിക്കൽ ഒന്നോ രണ്ടോ പ്രാവശ്യം തിരുവചനം സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയുള്ള പാസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന സൂം മീറ്റിങ്ങിൽ തിരുവചനം സംസാരിക്കുന്നതിന് എനിക്ക് സാവകാശം ലഭിച്ചു. 7 ദിവസവും ഉള്ള ഒരു മീറ്റിംഗ് ആണ് നമ്മുടെ മീറ്റിംഗ് പോലെ തന്നെ 7 ദിവസവും ആ മീറ്റിംഗ് കർത്താവിൻ്റെ ദാസനെ നടത്തുന്നു. ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യത്തിൽ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷം. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞത് 30-35 വർഷമായിട്ട് ഹിന്ദിയിലാണ് പ്രസംഗിക്കുന്നത്, മലയാളത്തിൽ അങ്ങനെ പ്രസംഗിക്കത്തില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ഇന്നൊന്ന് ട്രൈ ചെയ്യാം, വിശ്വാസത്താൽ ഒന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസനെ ഏതെങ്കിലും ഒരു വാക്ക് കിട്ടാതെ പോയാൽ ഹിന്ദിയിൽ പറയാൻ സാവകാശമുണ്ട്. ഹിന്ദി അത്യാവശ്യം ചിലർക്കെങ്കിലും ഹിന്ദി അത്യാവശ്യം അറിയാം. ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണല്ലോ, നാം എല്ലാവരും അറിയേണ്ടതായ ഒരു കടമയും നമുക്ക് ഉണ്ടല്ലോ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ തിരുവചനം സംസാരിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ കർത്താവിൻ്റെ ദാസനെ പാസ്റ്റർ ജോസഫ് ജോണിനെ ഞാൻ ഈ ഷിക്കാഗോ പ്രയർ ലൈനിലേക്ക് തിരുവചനം സംസാരിക്കുന്നതിന് വേണ്ടി സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവമക്കളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നെ ഈ സൂം മീറ്റിംഗിൽ ക്ഷണിച്ച ദിവാസിനുള്ള പ്രത്യേക അനീഷ് ജോൺ പാസ്റ്ററിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. വളരെ സുന്ദരമായ അനുഗ്രഹമേറിയ ആരാധന ലീഡ് ചെയ്ത ജോയ്സ് മാത്യുവിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ സൂമിൽ കടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേര് പാസ്റ്റർ പറഞ്ഞ പോലെ ജോസഫ് ജോൺ. മധ്യപ്രദേശിൽ 30 വർഷത്തോളമായി കർത്താവിൻ്റെ പേരുള്ള ബന്ധത്തിലായിരിക്കുന്നു. എൻ്റെ സ്വദേശം കോട്ടയം ഡിസ്ട്രിക്റ്റിൽ വൈക്കം എന്ന പ്രദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അതിനുശേഷം പോഞ്ഞാശ്ശേരി ദൈവവചനം പെരുമ്പാവൂരിൽ വയോനം പഠിപ്പാനും അവിടുന്ന് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് എന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് വിളിച്ച് വേർതിരിച്ചത്. നോർത്ത് ഇന്ത്യയിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. എനിക്ക് ഭാഷയൊന്നും തന്നെ അറിയില്ലായിരുന്നു. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം 6 മാസം കൊണ്ട് കർത്താവ് ഹിന്ദി ഭാഷ ദൈവം തന്നു. ദൈവത്തിന്റെ ആത്മാവ് നടത്തിയതനുസരിച്ച് കർത്താവിന്റെ വേലയിൽ മുന്നേറുവാൻ കർത്താവ് സഹായിച്ചു. അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ, അനേകരെ സാധാരണ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ, അനേക അത്ഭുത കാര്യങ്ങൾ കർത്താവ് നിങ്ങളൂടെ ചെയ്യിപ്പാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. ഇന്ന് മധ്യപ്രദേശില് പാലക്കാട് ജില്ല കേന്ദ്രമാക്കി പാലക്കാട്ടും അടുത്തുള്ള ജില്ലകളിലെല്ലാം കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. 50-ലധികം ഹിന്ദിക്കാരായ ദേവദാസന്മാർ എന്നോട് ചേർന്ന് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ നാമം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ഒരുപാട് പ്രതികളുണ്ട്. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന പല സഹോദരന്മാരും ജയിൽ പോയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പല എതിർപ്പുകൾ ഉണ്ടെങ്കിലും കർത്താവ് ആത്മാക്കളെ വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആഴ്ചയിലും തന്നെ പുതിയ ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ 8 പേരെ ഒരു ഗ്രാമത്തിൽ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചു. ഇങ്ങനെ 300 പേരെ ഒരു വർഷം സ്നാനം നടക്കുന്നുണ്ട്. പ്രത്യേകോർത്ത് പ്രാർത്ഥിക്കുക. ഈ കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അത് എത്ര തടസ്സങ്ങളുണ്ടെങ്കിലും
കർത്താവിന്റെ സഭയെ പണിയുവാൻ അതിനെ എതിർക്കാൻ ഒരുത്തിനെ കൊണ്ടും സാധിക്കത്തില്ല എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളെ ഗ്രാമങ്ങൾ അനേക ഗ്രാമങ്ങൾ സുശിക്ഷ അറിയിപ്പാനും ഫിലിം പ്രൊജക്ട് വെച്ച് യേശുവിന്റെ ജീവചരിത്രങ്ങൾ കാണിപ്പാനെല്ലാം കർത്താവ് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. കുറച്ച് ഭാഗങ്ങൾ നമുക്ക് സ്വതന്ത്രതയുണ്ട്, കുറച്ച് ഭാഗങ്ങളിൽ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും പുതുതായിട്ട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൊന്നുനാമത്തുണ്ടാകട്ടെ. നമുക്ക് അല്പസമയം ദൈവവചനത്തിലേക്ക് നാം കടന്നു പോകാം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം നമുക്ക് വായിക്കാം. അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാണുക. പ്രാർത്ഥിക്കുക. സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ തിരുവചനമായ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന വചനത്തിലൂടെ ഞങ്ങളോട് കർത്താവ് ഇടപെട്ടാട്ടെ, സംസാരിച്ചാട്ടെ. അപ്പ അവന്റെ പുണ്യനാമത്തെടുക്കണം. എല്ലാ അന്ധകാര ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശ്വാസിക്കുകയാണ്. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പ്രൈസ് ദി ലോർഡ് മരിച്ച് അടക്കപ്പെട്ടു. 3-ാം ദിവസം നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഇവിടെ പ്രൈസ് ദി ലോർഡ് നമുക്ക് ഇതിന്റെ വിശദമായ കാര്യങ്ങളെല്ലാം തന്നെ അറിയാം. മറ്റേ മറിയം കല്ലറെ കാണുവാൻ ചെന്നു. അപ്പോൾ ഇവിടെ സ്വർഗദൂതൻ സംസാരിച്ച കാര്യമാണ് നാം ഇവിടെ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. 5-ാം വാക്യത്തിൽ ദൂതൻ സ്ത്രീയോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള അല്പമായ ചിന്തയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ സുവിശേഷത്തിന്റെ മെയിൻ കേന്ദ്രമാണ്. നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. പ്രൈസ് ദി ലോർഡ്. അനേക മഹാന്മാരുടെ കല്ലറ അടഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ യേശു ക്രിസ്തുവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുകയാണ്. അവൻ അവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 1 തൊട്ടുള്ള 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷം നിങ്ങൾ ലഭിച്ചതും നിങ്ങൾ നിലനിൽക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിനായി സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സൂക്ഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ സഹോദരന്മാരെ, നിങ്ങളോട് സുവിശേഷം നിങ്ങൾ ലഭിച്ചതും നിങ്ങൾ നിലനിൽക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിനായി സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ നിലനിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ല. നാം യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചു, അവൻ മരിച്ചവരിൽ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേക്കും എന്ന് വിശ്വസിച്ചത് അത് വൃഥാവല്ല. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവചന പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവചന പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾ ആദ്യമായി ഏൽപ്പിച്ചു തന്നുള്ളൂ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവൻ മിക്കവേരും
ഇന്ന് വരെ ജീവനോട് ഇരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവർ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി, എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, യേശു ജീവിച്ചു എഴുന്നേറ്റ ശേഷം കർത്താവ് പലരുമായി സംസാരിക്കുകയും പലരുമായി കാണുകയും പ്രൈസ് ദി ലോർഡ് 500 പേരുടെ മുമ്പിൽ വെച്ച് തന്നെ പ്രൈസ് ദി ലോർഡ് യേശു സ്വർഗാരോഹണം ചെയ്തും എല്ലാം തന്നെ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വർണ്ണിക്കുകയാണ്. മാത്രമല്ല താൻ പറയാണ്, എല്ലാവർക്കും പ്രത്യക്ഷനായി, എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും പ്രത്യക്ഷം ആയതുപോലെ തന്നെ യേശു എനിക്കും എന്തായി? പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇവിടെ യേശു നമ്മുടെ കർത്താവ് പുനരുത്ഥാനം പ്രാപിച്ചു എന്നുള്ളത് താൻ ഇവിടെ പ്രത്യേകമായി ഓർപ്പിച്ചു പറയുകയാണ്. ഇത് സുവിശേഷത്തിന്റെ ഏറ്റവും ഒരു കാതലായ സത്യമാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം നമുക്ക് നോക്കാം. യോഹന്നാൻ 10:17. എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. തന്റെ ജീവനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. കർത്താവ് തന്റെ ജീവനെ കൊടുത്തു എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. സ്തോത്രം. അത് ഇവിടെ യേശുവിന്റെ പുനരുത്ഥാന നിമിത്തമായിട്ട് യേശു ദൈവപുത്രനാണെന്ന് ഇവിടെ തെളിയിക്കുകയാണ്. യേശു ദൈവപുത്രനാണെന്ന് ഇവിടെ തെളിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 18-ാം വാക്യം, അതിനെ എന്നോട് ആരും എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണുന്നു, അതിനെ എന്നോട് എടുത്തു കളയില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും എനിക്ക് എന്തുണ്ട്? അധികാരമുണ്ട്. അപ്പൊ പുനരുത്ഥാനത്തിന് ദൈവം തന്റെ പുത്രനെ ഉയർത്തെഴുന്നേച്ചു മാത്രമല്ല നമ്മളെയും പ്രൈസ് ദി ലോർഡ് അവൻ നമ്മളെയും നമ്മളെയും വീണ്ടും ഈ അധികാരം പ്രാപിപ്പാനായിട്ട് കർത്താവ് നമുക്കും അതേ കൽപ്പന ചെയ്തിരിക്കുകയാണ്. സ്തോത്രം. നമുക്കും ഈ പുനരുത്ഥാന അനുഭവം നാമും പ്രാപിക്കും എന്നുള്ളതാണ് ഈ വചനത്തിൽ നാം കാണുന്ന. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നമുക്ക് നോക്കാം. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ നിന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതിനാലല്ലോ ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതിയുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. ആമേൻ. സ്തോത്രം. ജഡത്തിൽ ദാവീദിന്റെ സന്തതിയിൽ ജനിക്കുകയും മരിച്ചിട്ട് ഉയർന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോട് നിർണയിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ യേശുവിന്റെ പുനരുത്ഥാനം ദൈവത്തിന്റെ പുത്രനാണെന്ന് അത് തീർച്ചയായിട്ടും ഇവിടെ അത് ഉറപ്പിക്കുകയാണ്. ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കുകയും ചെയ്തിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ഒന്നാമത്തെ കാര്യം, നമ്മെ ഈ സുവിശേഷത്തിന്റെ കേന്ദ്രമാണ് നമ്മുടെ യേശുവിന്റെ പുനരുത്ഥാനം. രണ്ടാമത്തത് പ്രൈസ് ദി ലോർഡ്, യേശുവിന്റെ യേശു ദൈവപുത്രൻ എന്നിവിടെ തെളിയിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കാം. റോമർ 6:4 വാക്യം നമുക്ക് നോക്കാം. റോമർ 6:4.
അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ഈ വീണ്ടെടുപ്പ് നിമിത്തം, പുനരുത്ഥാന നിമിത്തമായിട്ട് അവന്റെ മരണത്തിലൂടെ നമുക്ക് പല സാധ്യതകളെ ഉറപ്പാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണുന്നു 4-ാം വാക്യത്തില് പ്രൈസ് ദി ലോർഡ്, മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്ഥാനത്ത് അവരോട് കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ പ്രൈസ് ദി ലോർഡ്, ക്രിസ്തു മരിച്ച പിതാവിന്റെ മഹിമ ജീവിച്ചിരുന്നിട്ട് പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതാവുന്നു. അപ്പോൾ നമുക്ക് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് നിമിത്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? ജീവന്റെ പുതുക്കം, പുതിയ ജീവൻ നമുക്ക് കിട്ടുന്നു, പുതിയ ജീവൻ നമുക്ക് ലഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 15 അധ്യായത്തിന്റെ 17-ാം വാക്യം നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 15:17. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കിവിടെ കാണുന്നു പ്രൈസ് ദി ലോർഡ്, ക്രിസ്തു ഉയർത്തി എഴുന്നേറ്റില്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് എന്താണ്? പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും പ്രൈസ് ദി ലോർഡ് നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. പാപങ്ങളിലിരിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് നമ്മുടെ പാപങ്ങളെ അത് മാറിയിരിക്കുകയാണ്, നമ്മുടെ പാപങ്ങളെ ദൈവം ക്ഷമിച്ചിരിക്കുകയാണ്. അപ്പോ യേശുവിന്റെ ഉയർപ്പ് നിമിത്തമായിട്ട് പ്രൈസ് ദി ലോർഡ് നമുക്ക് പാപങ്ങളിൽ നിന്ന് അത് ജയം ലഭിച്ചിരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ പുനർനാമത്തെടുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോ പ്രൈസ് ദി ലോർഡ് നമുക്ക് എന്തിരിക്കുകയാണ്? വീണ്ടെടുപ്പിൽ അവന്റെ മരണത്താൽ ഒരു ഫലസാധ്യത ഉറപ്പായിരിക്കണം. ഫലസാധ്യത, നമ്മുടെ പാപങ്ങള് അത് ക്ഷമിച്ചു കിട്ടിയിരിക്കുന്നു, നമുക്ക് പുതിയ ജീവൻ കർത്താവ് തന്നിരിക്കുന്നു. സ്തോത്രം. അടുത്ത നമുക്ക് നോക്കാം, സങ്കീർത്തന 16-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമുക്ക് വായിക്കാം. 16-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പുനർനാമത്തുണ്ടാകട്ടെ. ഈ 10-ാം വാക്യം നാം കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രൈസ് ദി ലോർഡ്, യേശു ഈ ഇവിടെ ഭൂമിയിൽ വരുന്നതിന് മുമ്പേ പ്രൈസ് ദി ലോർഡ് ദാവീദിലൂടെ അത് പ്രവചനമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കയില്ല. നമ്മുടെ യേശുവിൽ അത് പൂർത്തീകരിച്ചതായിട്ട് നാം കാണുവാൻ സാധിക്കുന്നു. അടുത്ത നമുക്ക് 3-ാമത്തെ പോയിന്റ് ഇതാണ്. അത് തിരുവഴുത്തിന്റെ യഥാർത്ഥ തെളിവാണ് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. തിരുവഴുത്തിന്റെ യഥാർത്ഥ തെളിവാണ് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കയില്ല. ആ വചനം യേശുവിന്റെ ജീവിതത്തിൽ പൂർത്തീകരിപ്പാൻ അത് റോമി ഗവൺമെന്റ് പ്രൈസ് ദി ലോർഡ്, അവിടുത്തെ പ്രൈസ് ദി ലോർഡ് അത് ഇമ്പീരിയൽ മുദ്ര കൊണ്ട് മുദ്ര ചെയ്തു, വലിയ കല്ലുകൊണ്ട് അടച്ചു, എല്ലാം അതിന്റെ സെക്യൂരിറ്റികളെല്ലാം ചെയ്തു എങ്കിലും പ്രൈസ് ദി ലോർഡ് നമ്മുടെ കർത്താവ് 3-ാം ദിവസം പ്രൈസ് ദി ലോർഡ് മരണത്തെയും പാതാളത്തെയും ജയിച്ച് നമ്മുടെ കർത്താവ് വെളിയിൽ വന്നു. പ്രൈസ് ദി ലോർഡ്. തിരുവഴുത്തിന്റെ യഥാർത്ഥ തെളിവാണ് പ്രൈസ് ദി ലോർഡ് നമ്മുടെ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ലൂക്കോസ് 24:44 നമുക്ക് വായിക്കാം. ലൂക്കോസ് 24:44. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു.
ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മോശയുടെ ന്യായപ്രമാണവും പ്രവാചകന്മാരുടെ പുസ്തകവും സങ്കീർത്തനം എഴുതിയിരിക്കുന്ന എല്ലാം എന്തായി തീർന്നു? യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നിമിത്തമായിട്ട് അതെല്ലാം പൂർത്തിയായിരിക്കും. അത് 45, 46, 47 കൂടെ വായിച്ചാട്ടെ. യെസ്, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളും പ്രസംഗിക്കുകയും വേണമെന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. അപ്പോ കർത്താവിന്റെ ആ തിരുവെഴുത്ത് യഥാർത്ഥമായി തെളിയിക്കുന്നതാണ് നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. യേശുവിനെ കുറിച്ചുള്ള പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം നിവൃത്തിയായാണ് ഈ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത് നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. അടുത്തതാണ് അത് ഭാവിയിൽ നടക്കുന്ന ദുഷ്ടന്മാരുടെ ന്യായവിധി തെളിവാണ് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. അത് ഭാവിയിൽ നടക്കുന്ന ദുഷ്ടന്മാരുടെ ന്യായവിധിയുടെ തെളിവാണ്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി. എന്നാൽ നാം അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, പ്രൈസ് ദി ലോർഡ്, ഭാവിയിൽ നടക്കും ദുഷ്ടന്മാരുടെ ന്യായവിധിയെ ഇവിടെ തെളിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതിന്റെ 30-ാം വാക്യം നാം വായിച്ചല്ലോ. അറിയായ്മയുടെ കാലങ്ങൾ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നും മനുഷ്യർ കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്ത് നീതി ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസം നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിനാൽ എല്ലാവർക്കും അതിനെ ഉറപ്പ് നൽകിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഒരു ദിവസം ഈ ഭൂമിയെ, ഈ ലോകത്തെ ന്യായം വിധിക്കാൻ പോവുകയാണ് എന്നുള്ളത് നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് നിമിത്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അടുത്തത് പ്രൈസ് ദി ലോർഡ്. അടുത്ത നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നിമിത്തമായിട്ട് എന്താണ് നമുക്ക് ലഭിക്കുന്നത്? ക്രിസ്തു തന്റെ ജനത്തിന് പരിശുദ്ധാത്മാവിനെയും ആത്മീയ ജീവനെയും നൽകുന്നതിന്റെ അടിസ്ഥാനം അതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു തന്റെ ജനത്തിന് പരിശുദ്ധാത്മാവിനെയും ആത്മീയ ജീവനെയും നൽകുന്നതിന്റെ അടിസ്ഥാനം ആണ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 20:22 വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ 20:22. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് പരിശുദ്ധാത്മാ ജീവനും നമുക്ക് നൽകുകയാണ്, ജീവൻ നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ആത്മീയ ജീവൻ നൽകുകയാണ്, പരിശുദ്ധാത്മാവിനെ നൽകുകയാണ് നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നിമിത്തമായിട്ട്. പ്രൈസ് ദി ലോർഡ്. അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ, അവരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നു, അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ആത്മീയമായൊരു ഉത്തേജന, ആത്മീയമായ പ്രൈസ് ദി ലോർഡ് അധികാരം അതേ കർത്താവ് നമുക്ക് ഇവിടെ തരുകയാണ്. സ്തോത്രം. റോമിയോ 5:10 വാക്യം കൂടെ നമുക്ക് വായിക്കാം. റോമിയോ 5:10. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ
എത്രയധികമായി രക്ഷിക്കപ്പെടും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കിവിടെ കേൾക്കുന്നു, നമുക്ക് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണാധിപത്യത്തോട് നിരപ്പു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചത് കാരണമായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാൻ നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. എത്ര അധികമായിട്ട് കർത്താവ് നമ്മെ ആ രക്ഷയുടെ അനുഭവത്തിൽ നമ്മളെ മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പുനർനാമത്തുണ്ടാകട്ടെ. 1 കൊരിന്ത്യർ 15:45 വാക്യം കൂടെ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 15:45. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രൈസ് ദി ലോർഡ്, ഒന്നാം മനുഷ്യനെ ആദാം ജീവനുള്ള ദൈവത്തിൽ എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല, പ്രൈസ് ദി ലോർഡ്, ജീവിപ്പിക്കുന്ന പ്രൈസ് ദി ലോർഡ് ആത്മാവാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. നമുക്ക് ജീവൻ തരുന്നു. നമ്മൾ യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോൾ കർത്താവ് നമ്മെ അധികമായി ജീവൻ തരുന്നു. സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. 46 വായിക്കുക. നാം കാണുന്നു, ആത്മീയമായി എന്നാൽ ആത്മീയമല്ല, പ്രാകൃതമത്തെ ഒന്നാമത്തേത് പ്രാകൃതമായിരുന്നു, ആത്മീയം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ എന്ന് കാണുന്നു. സ്തോത്രം. അപ്പോൾ നമ്മുടെ കർത്താവ് പ്രൈസ് ദി ലോർഡ് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥ നിമിത്തമായിട്ട് നമുക്ക് എന്ത് ലഭിക്കുന്നു? നമുക്ക് ജീവൻ ലഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ കൃപ നമുക്ക് ലഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ മാത്രമല്ല, നമുക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി കർത്താവ് നമുക്ക് മധ്യസ്ഥനായി, ഒരു സ്വർഗീയ ശുശ്രൂഷകനായി, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ യേശുവിന്റെ അത് ഉയർത്തെഴുന്നേൽപ്പാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥനായി, ഒരു സ്വർഗീയ ശുശ്രൂഷകനായി നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ആയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എബ്രായർ 7-ാം വാക്യം നമുക്ക് വായിക്കാം. മരണനിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരികകൊണ്ട് പുരോഹിതന്മാരായി തീർന്നവർ അനേകരാകുന്നു. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതനായിട്ട് നമുക്ക് വേണ്ടി ഇരിക്കുകയാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. മരണനിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരിക കൊണ്ട് പുരോഹിതനായി തീർന്നവൻ അനേകരാകുന്നു. ഇവനോ എന്നേക്കിരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാണ്. ഹല്ലേലൂയ. മാറാത്തൊരു പൗരോഹിത്യമാണ് നമ്മുടെ കർത്താവ് പ്രാപിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവൻ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകും. നമ്മുടെ കർത്താവ് നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ നമ്മുടെ കർത്താവ് പ്രാപ്തനായിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. നാം ചിന്തിച്ചത് നമ്മുടെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം അനുഗ്രഹങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. നാം കണ്ടു, ഇത് സുവിശേഷത്തിന്റെ, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സുവിശേഷത്തിന്റെ മുഖ്യമായ കേന്ദ്ര വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവന്റെ പുനരുത്ഥാന നിമിത്തമായിട്ട് എന്ത് പ്രാധാന്യമാണ് ഉള്ളത് എന്നാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്നാമത് നമ്മൾ ചിന്തിച്ചു, അത് അവൻ ദൈവപുത്രനാണെന്ന് എന്ന് തെളിയിക്കുകയാണ്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് യേശു ദൈവപുത്രനാണ് എന്ന് തെളിയിക്കുകയാണ്. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് അവന്റെ വീണ്ടെടുപ്പിന്റെ, മരണത്തിന്റെ പല സാധ്യതകൾ ഉറപ്പിക്കുകയാണ്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നിമിത്തമായിട്ട് നമുക്ക് ഒരുപാട് പല സാധ്യതകളെ നമുക്ക് നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് തിരുവെഴുത്തിന്റെ യഥാർത്ഥ തെളിവായിട്ടാണ് നമ്മുടെ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. തിരുവെഴുത്ത് സത്യമാണെന്ന് അത് തെളിയിക്കുകയാണ്. ആ പ്രവാചകന്മാരും പ്രൈസ് ദി ലോർഡ്
ദൈവ ഭക്തന്മാർ നിമിത്തമായി പറഞ്ഞ കാര്യങ്ങൾ അത് പൂർത്തീകരിക്കുകയാണ്. ദൈവവചനത്തിന്റെ തിരുവെഴുത്ത് പൂർത്തീകരിക്കുക യഥാർത്ഥ സത്യമാണെന്ന് തെളിയിക്കുകയാണ് നമ്മുടെ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നിമിത്തമായിട്ട്. നാലാമത് നമ്മൾ ചിന്തിച്ചത് അത് ഭാവിയിൽ നടക്കുന്ന ദുഷ്ടന്മാരുടെ ന്യായവിധിയുടെ തെളിവാണ് നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. അഞ്ചാമതായിട്ട് നാം ചിന്തിച്ചത് ക്രിസ്തു തന്റെ ജനത്തിന് പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവിനെയും ആത്മീയ ജീവനെയും യേശുവിന്റെ എഴുന്നേൽപ്പ് നിമിത്തമായിട്ട് നമുക്ക് ലഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൊന്നു നാമം മഹത്വം ഉണ്ടാകട്ടെ. ആറാമത്തെ കാര്യം, പ്രൈസ് ദി ലോർഡ്, വിശ്വാസികൾക്ക് ഭൂമിയിലുള്ള സ്വർഗീയ അവകാശത്തെ ഉറപ്പും നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസി ഭൂമിയുള്ള സ്വർഗീയ അവകാശത്തിന് ഉറപ്പു നൽകുന്നതാണ്. 1 പത്രോസ് 1:3-4 വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 1 പത്രോസ് 1:3-4. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഭൂമിയിൽ പ്രൈസ് ദി ലോർഡിലുള്ള ദൈവമക്കൾക്ക്, വിശ്വാസികൾക്ക് സ്വർഗീയ അവകാശം ഉറപ്പ് നൽകുന്നതാണ് നമ്മുടെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. കർത്താവ് വരുമ്പോൾ വിശ്വാസികൾക്ക് പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പ് നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് നിമിത്തമാണ് പ്രൈസ് ദി ലോർഡ് ഇതുപോലുള്ള പ്രൈസ് ദി ലോർഡ് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ധാരാളമായി ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. മലയാളത്തിൽ അല്പമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, എന്നാലും പ്രൈസ് ദി ലോർഡ്, ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എനിക്ക് സമയം തന്ന ദൈവദാസനുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ദാസന് എത്ര ദീർഘമായിട്ട്, എത്ര ആഴമായിട്ട് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ആ പ്രത്യേകതകളെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. എത്ര നല്ല ഒരു ധ്യാനമായിരുന്നു. കർത്താവിൻ്റെ ദാസനെ ഹിന്ദിയിലാണ് ഈ 10-30 വർഷമായിട്ട് പ്രസംഗിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും വളരെ ശക്തമായിട്ട് തിരുവനന്തപുരത്തിൽ നിന്ന് സംസാരിച്ചല്ലോ. ഏറ്റവും ആഴമായിട്ടുള്ള ഒരു സത്യമാണ്. കർത്താവിൻ്റെ ആ മരണത്തിൽ പങ്കാളികളാകുമ്പോൾ ആ കർത്താവിൻ്റെ ജീവൻ്റെ ഉയർപ്പിൻ്റെയും പങ്കാളികളായിട്ട് നമ്മൾ തീരുകയാണല്ലോ. പൗലോസ് എപ്പോഴും പറയുന്നൊരു കാര്യമാണല്ലോ, ആ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ ഞാൻ പങ്കാളിയാണ്. എൻ്റെ ശരീരത്തിലെ, എൻ്റെ ജീവിതത്തിലെ ഈ കഷ്ടപ്പാടുകളിലൊക്കെ ഞാൻ സന്തോഷിക്കുക. എന്താണെന്ന് വെച്ചാൽ ആ ക്രിസ്തുവിൻ്റെ ആ ക്രൂശിലെ ആ കഷ്ടപ്പാടുകളോട് പല വിധത്തിൽ ഞാൻ താതാത്മ്യം പ്രാപിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകൾ ഞാൻ സന്തോഷത്തോടുകൂടെ സഹിക്കുന്നു എന്നാണല്ലോ. ഇന്ന് നമ്മൾ കേൾക്കുന്നത് കഷ്ടപ്പാടൊന്നും അല്ല. കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നമ്മളെ രാജകുമാരന്മാരാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കേണ്ടവരല്ല, നമ്മൾ വൈറ്റ് ഹൗസിലൊക്കെ ഇരിക്കേണ്ടവരാണെന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ കർത്താവ് അന്ന് ഈ ശിഷ്യന്മാരോട് എപ്പോഴും പറയുകയാണ്, ഞാൻ വന്നത് കഷ്ടം അനുഭവിക്കാനാണ്. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട് ക്രൂശിക്കപ്പെടും, 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ എപ്പോഴും പറഞ്ഞിട്ട് അവർക്കൊന്നും മനസ്സിലായില്ല എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. സുവിശേഷത്തിൽ വായിക്കുന്നത് ശിഷ്യന്മാർക്ക് ഇതൊന്നും മനസ്സിലായില്ല. അതുകൊണ്ടാണല്ലോ ആ കർത്താവിൻ്റെ ക്രൂശിനെ അഭിമുഖീകരിക്കുമ്പോഴും കർത്താവിൻ്റെ 2 ശിഷ്യന്മാരുടെ മാതാവ് വന്ന് ചോദിക്കുകയാണ്, ഈ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഒരാളെ ഇടത്തും ഒരാൾ വലത്തും ഇരിക്കാനുള്ള ഇത് കൊടുക്കണേ, ഇത് ഞങ്ങളുടെ ഒരു മാതാവ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു അപേക്ഷയാണ്, നീ അതൊന്ന് കേൾക്കണേ എന്നൊക്കെ പറയുകയാണ്. അപ്പം കർത്താവ് പറയുകയാണ്, നിങ്ങൾക്കിത് ഞാൻ പോകുന്നതായ വഴിയും പാതയും ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഒരു മശിഹ, അവരെ റോമൻ ഭരണകൂടത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്ന ഒരു മശിഹ വരുന്നെന്നൊക്കെയാണ്.
അവർ ചിന്തിച്ചെന്ന്. അതുകൊണ്ടാണ് അവരുടെ ആ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരുന്നത് കൊണ്ടാണ് കർത്താവ് വളരെ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞിട്ടും അവർക്ക് ഇതൊന്നും അങ്ങോട്ട് മനസ്സിലായില്ല, അവരുടെ തലയിലോട്ട് കയറിയില്ല. അങ്ങനെയാണല്ലോ, നമ്മുടെ മൈൻഡ് സെറ്റ് വ്യത്യാസമാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും നമുക്ക് മനസ്സിലാകത്തില്ല. ഇന്ന് അനേകർക്ക് അങ്ങനെയാണ്. ഇതെല്ലാം വ്യക്തമായിട്ട് ബൈബിളിൽ ഉണ്ടായിട്ടും വ്യക്തമായിട്ട് ഇതെല്ലാം ഈ അവരുടെ ചുറ്റുപാട് നടന്നിട്ടും അനേക ആളുകൾ ഇതൊന്നും മനസ്സിലാക്കാതെ, ഓ കർത്താവ് വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, 2000 കൊല്ലമായിട്ട് പറഞ്ഞു, ഇതെല്ലാം നടക്കുന്ന കാര്യമാണോ, അതൊന്നും അല്ല എന്നൊക്കെയാണ് ആളുകൾ എന്താ പറയുക, അവരുടെ മൈൻഡ് സെറ്റ് ആ ഒരു ലെവലിലേക്ക് വരുന്നില്ല. അവർ യുക്തിപരമായിട്ട് ചിന്തിക്കുകയും മാനുഷികമായിട്ട് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശിഷ്യന്മാർ അത് തന്നെ ചെയ്തത്. അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന പ്രബലപ്പെട്ടിരുന്ന യഹൂദ സമൂഹത്തിൽ പ്രബലപ്പെട്ടിരുന്ന ചിന്തകൾ തന്നെയാണ് ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നത്. ഈ അന്നുണ്ടായിരുന്ന മഹാപുരോഹിതന്മാരും പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും എല്ലാം ഉണ്ടായിരുന്ന ചിന്തയാണ്. അവർ ചിന്തിച്ച് നൂറ്റാണ്ടുകളായി നോക്കിയിരുന്നതാണ് ഈ വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ ഈ പഴയ നിയമത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ അതാണ്. ഞാനൊരു മശിയെ അയക്കും, എൻ്റെ ജനത്തിനെ ഞാൻ വിടുവിക്കും, എൻ്റെ ജനം ഇനി ഇരുട്ടിൽ സഞ്ചരിച്ചിരുന്ന ജനം ഒരു വലിയ പ്രകാശം കണ്ടു, ഇനിയിപ്പോൾ അവരെ ബദ്ധന്മാർക്ക് വിടുതലും കഷ്ടത അനുഭവിക്കുന്നവർക്ക് മോചനവും ഒക്കെ നൽകാനായിട്ടാണ് മശിഹ വരുന്നതെന്നൊക്കെ പറഞ്ഞു. അവരെല്ലാം ഈ യേശുവിനെ ക്രൂശിച്ചതായ ആളുകളെല്ലാം അത് നോക്കിയിരിക്കുകയാണ്. പക്ഷേ അവർ നോക്കിയിരുന്നതായ ആളിനെ തന്നെയാണ് അവർ ക്രൂശിക്കുന്നത്, അല്ലെങ്കിൽ അവർ തള്ളിപ്പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. അവരുടെ മൈൻഡ് സെറ്റ് വ്യത്യാസമായിരുന്നു. അതുകൊണ്ട് ശിഷ്യന്മാർക്കും അത് തന്നെയാണ് സംഭവിച്ചത്. ശിഷ്യന്മാരും മറ്റുള്ളവർ അന്നത്തെ യഹൂദന്മാർ ചിന്തിച്ചതുപോലെ തന്നെയാണ്. ശിഷ്യന്മാരിലെ യഹൂദന്മാരായിരുന്നല്ലോ, ആ ചിന്തിച്ചതുപോലെ തന്നെയാണ് അവരും ചിന്തിച്ചത്. ഇന്ന് സംഭവിക്കുന്നത് അതാണ് പ്രിയമുള്ളവരെ. ഇന്ന് ലോകത്തിലെ ഭൂരിഭാഗവും അങ്ങനെയുള്ള പല ചിന്തകളിലൊക്കെ അകപ്പെട്ട് ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലും വരുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള സത്യം. കർത്താവ് പറഞ്ഞു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുക. ആ പരിശുദ്ധാത്മ വരുമ്പോൾ സകല സത്യത്തിലും അവർ നിങ്ങളെ വഴി നടത്തും. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞു, ഞാൻ പോയാൽ മാത്രമേ ആ കാര്യസ്ഥനെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നമുക്ക് ഈ സത്യം ഒക്കെ മനസ്സിലാകുന്നത്. ഇന്ന് ലോകത്തിന് ആ പരിശുദ്ധാത്മാവിനെ ലഭിക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകാതെ അന്ധന്മാരായി അവർ കഴിയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശക്തമായിട്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവര് ശക്തിയോടുകൂടെ നമുക്ക് പ്രാർത്ഥിച്ച മറ്റുള്ളവർക്ക് ഈ കർത്താവ് ഈ ദാനത്തെ നൽകുന്നതിന്, കർത്താവ് അവരുടെ കണ്ണുകളെ തുറക്കുന്നതിന് വേണ്ടി നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകാം. കർത്താവ് തൻ്റെ ദാസനെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. വളരെ ശക്തമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് സംസാരിച്ചല്ലോ, നമ്മൾ കേട്ടല്ലോ. 50 ഓളം ദൈവദാസന്മാരെ, ഹിന്ദിക്കാരായ ദൈവദാസന്മാരെ തന്നോടുകൂടെ പ്രവർത്തിക്കുന്നു. എത്ര വലിയൊരു ശുശ്രൂഷയാണ്. അനേകരെ സ്നാനപ്പെടുകയും മാനസാന്തരപ്പെടുകയും ഒക്കെ ചെയ്യുന്നല്ലോ. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസനും കുടുംബവും കൂടെയുള്ളവരും ചെയ്യുന്ന ശക്തമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. കർത്താവിനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസനും കുടുംബവും കൂടെയുള്ളവരും ചെയ്യുന്ന ശുശ്രൂഷ ഈ ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി വന്ന് അനേകർക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രയറിലെ എൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു.